ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കിറ്റിൽ നമുക്കൊരു 5 അബായ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ അബായ വെച്ചിട്ട് നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ പാർട്ട് 1 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. പഴയ പർദ്ദയാണ്, നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാതിരിക്കുന്ന പർദ്ദകളൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് നമുക്ക് ഒരു മെഷീനും വീട്ടിലുണ്ടെങ്കിൽ സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യുക. അത് വെറുതെ ഇരുന്ന് നാശാക്കി കളയണ്ട. നമ്മുടെ കുട്ടികൾക്കോ ഒക്കെ ഒരു ടോപ്പാക്കി അടിച്ച പർദ്ദയുടെ തുണി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാനും പറ്റും. പെട്ടെന്ന് കേട് വരുമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു 5 അബായ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ അബായ വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന ടോപ്പുകളുടെ മോഡലാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയിലും കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പാർട്ട് 1 ഞാനൊരു മോഡൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുള്ള ഒരു മോഡലായിരുന്നു. ഇത് സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ഇതിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന 2 മോഡലാണ് കാണിക്കാൻ പോകുന്നത്. രണ്ടും പ്ലെയിൻ ബ്ലാക്ക് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് സാധാ ഒരു ഡെയിലിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ലിറ്റുള്ള ഒരു ടോപ്പും, രണ്ടാമതായിട്ട് നമുക്ക് കോളേജ് യൂസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടോപ്പ് തന്നെയാണ് കേട്ടോ, കോളറൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഞാൻ എൻ്റെ ചാനലിൽ അധികം അപ്ലോഡ് ചെയ്യുന്നത് സ്റ്റിച്ചിങ്, ക്രാഫ്റ്റ്, അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ഗാർഡൻ ഐഡിയാസൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. എൻ്റെ ആക്ടിവിറ്റീസ്, എൻ്റെ സന്തോഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നിങ്ങൾക്ക് വല്ല ഡ്രസ്സുകളൊക്കെ കസ്റ്റമൈസ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോഡലൊക്കെ നമുക്ക് അയച്ചു തന്നിട്ട് അതിൻ്റെ ഡീറ്റെയിലൊക്കെ ചോദിക്കാവുന്നതാണ്. അതിനായിട്ട് നമ്മുടെ സ്ക്രീനിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുക. വാട്സപ്പിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ വല്ല കസ്റ്റമൈസേഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ സാധാ പ്രത്യേകിച്ച് ഞാനതിൽ സ്റ്റിച്ചിങ് വീഡിയോസൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. കാരണം നോർമലി നമ്മൾ ടോപ്പ് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യാറ് അതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. സ്ലിറ്റുള്ള ടോപ്പാണ്. പിന്നെ രണ്ടാമത്തെ ടോപ്പിൽ നമ്മൾ ഫ്രണ്ടിലും സ്ലിറ്റ് കൊടുക്കുന്നുണ്ട്, 2 സൈഡിലും സ്ലിറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ആ ടൈമൊക്കെ നമ്മൾ ഒരു ഉപകാരപ്രദമായിട്ട് മാറ്റുമ്പോൾ നമുക്കതിലൊരു സന്തോഷം ഉണ്ടായിരിക്കും. അപ്പോൾ വെറുതെ ഇരുന്നിട്ട് ടെൻഷൻ ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല, എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും. പക്ഷെ അതിനെ നമ്മൾ ഓവർകം ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ വിജയത്തിലെത്തുന്നത്. അപ്പോൾ ആ ഓവർകം ചെയ്യാനുള്ള മാർഗ്ഗം എന്താണെന്നാണ് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത്. അപ്പോൾ എനിക്കെപ്പോഴും ഹാപ്പിയായിട്ട് എന്നെ ഹാപ്പിയാക്കി വെക്കാൻ ഞാൻ സെലക്ട് ചെയ്യണത് ഒന്നല്ലെങ്കിൽ ചെടി വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യുക, പിന്നെ സ്റ്റിച്ചിങ്. ഈ 3ഉം എനിക്കിഷ്ടപ്പെട്ട ആക്ടിവിറ്റീസാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം അത് ചെയ്തു പോകാറുണ്ട് കേട്ടോ. ഒരു ദിവസം എൻ്റെ ഈ 3 ആക്ടിവിറ്റീസിലൂടെ ഞാൻ കടന്നു പോകാറുണ്ട്. അപ്പോൾ നമുക്കിതാ ഈ ടോപ്പിൻ്റെ ഫൈനൽ ലുക്കിലേക്ക് പോവാം. ഇതാണ് നമ്മൾ ഫസ്റ്റ് ടോപ്പ് വരുന്നത്. സിമ്പിളായിട്ടൊരു വി നെക്ക് പോലെ കൊടുത്തിട്ട് ഫ്രണ്ട് ഓപ്പണുള്ള പർദ്ദയായിരുന്നു. അപ്പോൾ അതൊന്ന് കൂട്ടി കൊടുത്ത് എന്നിട്ട് ഇതുപോലെ ഒരു ബട്ടൺ വെച്ച് കൊടുത്ത് സ്ലിറ്റ് 2 സൈഡിലും സ്ലിറ്റ് ഉണ്ട് കേട്ടോ. നോർമലായിട്ടുള്ള ടോപ്പാണ്. സെക്കൻഡ് വണ്ണ് ഇതാണ്. ഇത് കോളേജ് യൂസിനൊക്കെ നന്നായി പറ്റും. കോളർ ഉള്ളതാണ്. ഫ്രണ്ടിൽ പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഓപ്പണാണ്, 2 സൈഡും ഓപ്പണാണ് കേട്ടോ. ഫുൾ സ്ലീവാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള പഴയ പർദ്ദകളൊക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റായിട്ട് എഴുതാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു, ബൈ.